നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മഴയും വെയിലുമേറ്റ് F-35 യുദ്ധവിമാനം കിടക്കുന്നതിൽ അമേരിക്കയ്ക്കുണ്ടായ നാണക്കേട് അന്ന് ചെറുത് ഒന്നുമല്ലായിരുന്നു. പറക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ സാങ്കേതിക വിദഗ്ധർ വന്ന് ശരിയാക്കി സർവീസ് നടത്തുമെന്ന് അറിയിക്കുകയും അവർ എത്തിയിട്ടും വിമാനത്തിന് പറക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആഴ്ചകളോളം കഴിഞ്ഞാണ് യുദ്ധവിമാനം തിരുവനന്തപുരം വിട്ടുപോയത്. അതോടെ വിദേശ രാജ്യങ്ങളിലടക്കം വലിയ വിവാദമായി മാറുകയും അമേരിക്കയുടെ യുദ്ധവിമാനം വാങ്ങണോ എന്നുവരെ ലോകരാജ്യങ്ങൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് വസ്തുത. നിലവിൽ ഇപ്പോൾ US നാവികസേനയുടെ F-35 യുദ്ധവിമാനം കാലിഫോർണിയയിൽ തകർന്നു വീണിരിക്കുകയാണ്. യുദ്ധവിമാനം തകർന്ന സംഭവം ഇന്നലെയാണ് പുറത്തു വന്നത്. വിമാനാപകടത്തെക്കുറിച്ച് US നാവികസേന ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. വിമാനത്തിന്റെ പൈലറ്റ് അപകടത്തിൽ നിന്ന് വിജയകരമായി രക്ഷപ്പെട്ടതായി നാവികസേന അറിയിക്കുന്നുമുണ്ട്. കാലിഫോർണിയയിലെ നേവൽ എയർ സ്റ്റേഷൻ ലെമൂറിന് സമീപമാണ് യുദ്ധവിമാനം തകർന്നു വീണത്. അപകട സമയത്ത് പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടിയെന്നും അപകടത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. 2014 ഈ യുദ്ധവിമാനം പുറത്തിറങ്ങിയത്. 20 വിമാനങ്ങളാണ് ഇതുവരെ തകർന്നത്. തകർന്നു വീണ F-35 യുദ്ധവിമാനം റഫ് റൈഡേഴ്സ് എന്നറിയപ്പെടുന്ന സ്ട്രൈക്ക് ഫൈറ്റർ സ്ക്വാഡ്രൺ VF-125 നാവികസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പൈലറ്റുമാർക്കും എയർ ക്രൂവിനും പരിശീലനം നൽകുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു ഫ്ലൈറ്റ് റീപ്ലേസ്മെന്റ് സ്ക്വാഡ്രനാണ് VF-125. ലോകത്തിലെ ഏറ്റവും ആധുനികമായ 5ാം തലമുറ വിമാനമായി F-35 കണക്കാക്കപ്പെടുന്നുണ്ട്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വിമാനമാണിത്. ബ്രിട്ടന്റെ F-35 യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഒരു സാങ്കേതിക തകരാർ മൂലം കിടക്കാൻ തുടങ്ങിയത് വലിയ വാർത്തയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ദിവസങ്ങളോളം അറ്റകുറ്റപ്പണി നടത്താൻ ആയില്ല. പിന്നീട് വിദഗ്ധ സംഘം എത്തിയാണ് വിമാനം പറത്തിക്കൊണ്ടുപോയത്. ഇത് ആഗോളതലത്തിൽ F-35 ഗണത്തിൽപ്പെട്ട വിമാനങ്ങൾക്ക് നാണക്കേടുണ്ടായി. ഇതിനിടെയാണ് അമേരിക്കൻ യുദ്ധവിമാനം തകർന്നു വീണത്. പൈലറ്റ് സുരക്ഷിതനാണ്, മറ്റാരും വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. എന്താണ് അപകട കാരണം എന്നതും വ്യക്തമല്ല. കൂടാതെ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് നേവി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മധ്യ കാലിഫോർണിയയിലെ ഫ്രെസ്നോ നഗരത്തിന് ഏകദേശം 64 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് ലെമൂർ എന്ന നാവിക വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത്. പൈലറ്റുമാരെയും എയർ ക്രൂകളെയും പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു പറന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന റിപ്പോർട്ടുകളുണ്ട്. അതേസമയം തകർന്നു വീണ സ്ഥലത്ത് നിന്ന് തീയും പുകയും ഉയരുന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. UN പടക്ക കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ആ തരത്തിലുള്ള ഫൈറ്റർ ജെറ്റാണ് ഇതെന്നും CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 876 കോടി രൂപയാണ് ഇതിന്റെ വില. 5ാം തലമുറ യുദ്ധവിമാനമായ ഇതിന്റെ പശ്ചിമേഷ്യയിലും US ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രയേൽ അടക്കം 17 സംഖ്യരാജ്യങ്ങൾക്കാണ് US ഇത് നൽകിയിട്ടുള്ളത്. ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ മൂലം 39 ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്ന F-35 ബ്രിട്ടീഷ് യുദ്ധവിമാനം ദിവസങ്ങൾക്ക് മുമ്പാണ് മടങ്ങിയത്. അമേരിക്ക ബ്രിട്ടന് നൽകിയ F-35 യുദ്ധവിമാനം കുറച്ചു ദിവസത്തിന് മുമ്പാണ് തിരുവനന്തപുരം വിട്ടുപോയത്. അതോടെ F-35 യുദ്ധവിമാനം തകരാറിലായ ഘട്ടത്തിൽ പൂർണ്ണ സഹായം നൽകിയ തിരുവനന്തപുരം വിമാനത്താവളത്തോടുള്ള നന്ദി അറിയിച്ച ശേഷമാണ് UK സൈനികർ മടങ്ങിയത്. UK എയർഫോഴ്സ് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ടോം സോയർ നേരിട്ടെത്തി എയർപോർട്ട് അധികൃതരെ നന്ദി അറിയിക്കുകയായിരുന്നു. റോയൽ എയർഫോഴ്സിന്റെ ഉപഹാരവും കൈമാറി. രാത്രി 9 17 സംഘം റോയൽ എയർഫോഴ്സിന്റെ A-400 വിമാനത്തിലാണ് മടങ്ങിയത്. അറബിക്കടലിൽ സഞ്ചരിച്ച ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിൽ നിന്നും പരിശീലനത്തിനായി പറന്നുയർന്ന വിമാനം ഇന്ധനം തീരാറായതോടെ കഴിഞ്ഞ മാസം 14 തിരുവനന്തപുരത്ത് ഇറങ്ങിയത്. അടിയന്തര ലാൻഡിങ്ങിനിടെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുണ്ടാവുകയും അതായത് ജൂൺ 14 മുതൽ 6 വരെ വിമാനത്തിലെ പാർക്കിംഗ് ഫീസായി 5 ലക്ഷം രൂപ ബ്രിട്ടീഷ് സേന വിമാനത്താവള നടത്തിപ്പുകാരനായ അദാനിക്ക് നൽകിയതായാണ് വിവരം. അറബിക്കടലിലെ സംയുക്ത സൈനിക അഭ്യാസത്തിനെത്തിയ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നകുന്ന F-35 യുദ്ധവിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് ജൂൺ 14 രാത്രി 9:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്ത് ഇന്ധനം നിറച്ച് അടുത്ത ദിവസം പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് മറ്റ് സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയത്. 1000 കോടി രൂപ വില വരുന്ന വിമാനം ദിവസങ്ങളോളം വിമാനത്താവളത്തിന്റെ ബേസിൽ മഴയും വെയിലും ഏറ്റിക്കിടന്നു. തുടർന്ന് 39ാം ദിവസമാണ് തിരിച്ചു പറന്നത്.
അമേരിക്കയുടെ യുദ്ധവിമാനം വലിയ രീതിയിൽ പാളിച്ച വന്ന് തിരുവനന്തപുരത്ത് കടന്നതടക്കം ബ്രിട്ടീഷിൽ നിന്നും അതോടൊപ്പം തന്നെ അതായത് ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും അടക്കം വിദഗ്ധർ എത്തി പരിശോധന നടത്തി അവസാനം വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് നാണം കെട്ട രീതിയിലാണ് വിമാനം ഇവിടെ നിന്ന് പറന്നുകൊണ്ടുപോയത്. അപ്പോൾ ആ യുദ്ധവിമാനം ഇനി വേണോ എന്നടക്കമുള്ള പല തീരുമാനങ്ങളും അല്ലെങ്കിൽ പല ആലോചനയും നമ്മുടെ പല ലോകരാജ്യങ്ങളും ഇന്ത്യയും അടക്കം ആലോചിക്കുന്നുണ്ട്. കാരണം ഈ യുദ്ധവിമാനം നമുക്ക് തരാം എന്ന് അമേരിക്ക ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വീണ്ടും ഒരു പുനഃപരിശോധനയ്ക്ക് ഇന്ത്യ ഇപ്പോഴും ഒരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.